ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ മാ ബഹൻ എന്ന സിനിമയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളായി തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ജയ എന്ന പേരിലുള്ള ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ഈ ജയ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരു ഡോക്ടറെ കണ്ട് IVF വഴി എന്നെ വേഗം ഗർഭിണിയാക്ക് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ജയയ്ക്ക് അച്ഛൻ്റെ ഫോൺ കോൾ വരുന്നത്. എടി, നീ എവിടെ പോയി കിടക്കുക എന്ന് ചോദിക്കുമ്പോൾ മാർക്കറ്റിൽ വന്നതാണ് എന്ന് പറയുന്നു. പോകുമ്പോൾ ഒരു ചായെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പൊക്കൂടെ, എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. ഫോൺ വെച്ച ശേഷം ഡോക്ടറോട് ഈ IVF ട്രീറ്റ്മെന്റിന് എത്ര ചിലവാകും എന്ന് ജയ ചോദിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപയോളം ചിലവാകുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇപ്പോൾ 5 ലക്ഷം രൂപ റെഡിയാക്കിയാൽ മാത്രമേ ജയയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയൂ എന്നൊരു സിറ്റുവേഷൻ വരികയാണ്. മറ്റൊരു വശത്ത് രേഖ എന്ന ഈ സിനിമയുടെ നായികയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ഒരു മദ്യ ഷോപ്പിലാണുള്ളത്. അങ്ങനെ നാട്ടുകാരറിയാതെ മദ്യം വാങ്ങിക്കൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇനി സുഷ്മ എന്ന മറ്റൊരു പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. ഇവൾ ഭയങ്കരമായ റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിറയെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പമാണ് അവൾ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റീൽസ് കാണുന്ന നാട്ടുകാരൊക്കെ താഴെ വന്ന് കമന്റിൽ പച്ചക്കറിയാണ് പറയുന്നത്. സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പമാണോ നീ ഇങ്ങനെ റീൽസ് ചെയ്യുന്നത്? നീയൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചതാണോ എന്നൊക്കെ ചോദിച്ച് നിന്റെ അച്ഛനൊക്കെ എങ്ങനെയാ വളർത്തിയത് എന്നും ചോദിച്ച് അച്ഛനെ വരെ ഇതിൽ വലിച്ചഴയ്ക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സുഷ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഈ സുഷ്മയുടെ ചേച്ചി ആരാണെന്ന് അറിയാമോ? തുടക്കത്തിൽ ജയ എന്നൊരു പെൺകുട്ടിയെ നമ്മൾ കാണിച്ചില്ലേ, അവളാണ്. അവളും ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് വിവരങ്ങളൊക്കെ തിരക്കിയിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിൽ അവളുടെ ഭർത്താവിന് 3 അനിയന്മാരുണ്ട്. ആ 3 പേർക്കും ഭക്ഷണം ഉണ്ടാക്കണം, അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കണം. അങ്ങനെ എല്ലാ ജോലികളും നമ്മുടെ ജയയാണ് നോക്കുന്നത്. ഇവിടെ സുഷ്മയാണെങ്കിൽ കുറച്ച് നാളായി തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഫോളോവേഴ്സിനെ കൂട്ടാൻ എന്ത് ചെയ്യണമെന്നും അവൾക്കറിയില്ല. ഇവിടെ നായികയായ രേഖ വീട്ടിൽ തിരിച്ചെത്തുകയാണ്. ഈ രേഖയുടെ 2 മക്കളാണ് നമ്മുടെ ജയയും സുഷ്മയും. കട്ട് ചെയ്താൽ ഇപ്പോൾ ജയയുടെ വീടാണ് കാണിക്കുന്നത്. ജയ ഏതാണ്ട് 1 മണിക്കൂറോളം കിച്ചണിൽ എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പുറത്തു വരുമ്പോഴാണ് ഭർത്താവ് അവളുടെ അനിയത്തിക്കൊപ്പം റീൽസ് ഒക്കെ ചെയ്തു വരുന്നത് കാണുന്നത്. രാത്രിയായാൽ മദ്യപിച്ചിട്ടേ പുള്ളി ഉറങ്ങും. ഇപ്പോൾ അയാൾക്കും ചപ്പാത്തിയൊക്കെ കൊടുത്ത ശേഷം അവൾ റൂമിൽ വന്നിരിക്കുകയാണ്. എപ്പോഴും ജയയുടെ ഭർത്താവ് കണ്ണു തുറന്നുകൊണ്ടാണ് ഉറങ്ങാറുള്ളത്. ഇപ്പോഴും അനിയത്തിക്കൊപ്പം അയാൾ റീൽസ് ചെയ്തതൊക്കെ ജയ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ജയയ്ക്ക് അമ്മയായ രേഖയുടെ ഫോൺ കോൾ വരുന്നത്. ഫോൺ എടുത്ത ഉടനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ അമ്മ കരയുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നീ ഉടനെ വീട്ടിലേക്ക് വാ, എന്നിട്ട് നിന്റെ അനിയത്തി സുഷ്മയ്ക്ക് ഒരു കോൺഫറൻസ് കോൾ ചെയ്യും, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു. ജയയും കുറച്ച് ഭയന്ന് ബാത്റൂമിലൊക്കെ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് മര്യാദയ്ക്ക് എന്നോട് പറ എന്ന് ചോദിക്കുമ്പോൾ നീ ആദ്യം കോൺഫറൻസ് കോൾ ചെയ്യേ എന്ന് പറയാണ്. അങ്ങനെ സുഷ്മയും കോൺഫറൻസ് കോൾ ചെയ്യുന്നുണ്ട്. സുഷ്മ, ജയ, നിങ്ങൾ 2 പേരും കേക്ക്, വേഗം വീട്ടിലേക്ക് വാ, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന അമ്മയായ നായിക പറയാണ്. എന്താ അമ്മ പ്രശ്നം, വാ തുറന്ന് പറഞ്ഞാലല്ലേ അറിയൂ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എതിർവശത്തെ വീട്ടിലെ ഗുപ്ത സാറില്ലേ, ആ പുള്ളി മരിച്ചുപോയ മക്കളെ എന്ന് പറയാണ്. എതിർവശത്തെ വീട്ടിലുള്ള ആൾ മരിച്ചാൽ അമ്മയ്ക്ക് എന്താ, അമ്മ എന്തിനാ കരയുന്നേ, അതൊക്കെ സ്വാഭാവികമല്ലേ, അമ്മ കിടന്നുറങ്ങ് എന്ന് പെൺകുട്ടികൾ പറയുന്നു. അയ്യോ, അയാൾ മരിച്ചത് നമ്മുടെ വീട്ടിൽ വെച്ചാണ്, ഇപ്പൊ അയാളുടെ ശവം നമ്മുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞതും ഈ 2 പെൺമക്കളും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായി. പെട്ടെന്ന് വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ അമ്മ ഫോൺ വെക്കുകയാണ്. അവിടെ വെച്ചാണ് രേഖ എന്ന നമ്മുടെ നായിക യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള കഥ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുന്ദരനായ യുവാവിനെ വിവാഹം കഴിച്ചാണ് രേഖ ഈ നാട്ടിലേക്ക് വന്നത്. വരുമ്പോൾ തന്നെ ഈ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ടാണ് വന്നത്. അതുകൊണ്ട് നാട്ടുകാരൊക്കെ രേഖയെ തന്നെ തുറച്ചു നോക്കുമായിരുന്നു. പ്രധാനമായിട്ടും രേഖയുടെ സൗന്ദര്യത്തിൽ ഈ നാട്ടിലെ എല്ലാ പുരുഷന്മാരും മയങ്ങിപ്പോയി. നമ്മുടെ നായികയും വെറുതെ പറയാൻ പറ്റില്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ പല പുരുഷന്മാരെയും അവർ മയക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് എതിർവശത്തെ വീട്ടിലെ ഗുപ്ത. അയാൾക്ക് എങ്ങനെയെങ്കിലും രേഖയെ സ്വന്തമാക്കണമെന്നായിരുന്നു ആഗ്രഹം. അയാൾ എപ്പോൾ പുറത്തു വന്ന് എക്സസൈസ് ചെയ്താലും ഈ ഗുപ്തയെ മയക്കാൻ നായിക പലതും ട്രൈ ചെയ്യുമായിരുന്നു. എന്നാൽ ഗുപ്തയ്ക്ക് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസമാണ് നായികയുടെ ഭർത്താവും നായികയും ചേർന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതിനുശേഷം പെട്ടെന്ന് കറണ്ട് ഷോക്ക് അടിച്ച് പുള്ളി മരിക്കുകയാണ്. ഇതിലാണ് നായികയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നത്. പിന്നെ ഗുപ്ത ആ അനുശോചന ചടങ്ങിനും വന്നിരുന്നു. എന്നാൽ അവിടെ വെച്ചും ഗുപ്തയെ സ്വന്തമാക്കാൻ നായിക ശ്രമിച്ചിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അവരെ നാട്ടുകാർ ദുർമന്ത്രവാദിനി എന്ന് വിളിക്കുന്നതും പുരുഷന്മാരെ അവർ മയക്കുമെന്നും അവളോട് കുറച്ച് സൂക്ഷിക്കണമെന്നും വീട്ടിലെ റോസാ ചെടിക്ക് താഴെ അവൾ മയക്കിയ ആളുകളെ കുഴിച്ചുമൂടിയിട്ടുണ്ടെന്നൊക്കെയുള്ള പല റൂമറുകൾ വരുന്നത്. സോ ഇപ്പോൾ നമ്മുടെ കഥ പ്രസന്റിലേക്ക് വരുന്നു. അപ്പൊ അതുപോലെ വീട്ടിൽ ശവം ഉണ്ടായിട്ടും കുറച്ച് കാഷ്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കരുതി നായിക ആ റോസാ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മൂത്ത മകൾ ജയ വരുന്നത്. ജയ, എന്താ പതിവില്ലാതെ എന്ന് ചോദിച്ച് നായിക അവളെ അകത്തേക്ക് കൊണ്ടുപോയി ഗുപ്തയുടെ ശവം കാണിച്ചു കൊടുക്കുന്നു. ഗുപ്തയുടെ ശവം കണ്ടതും ജയയ്ക്ക് വല്ലാതെ ആവുന്നു. എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും 2ാമത്തെ മകൾ സുഷ്മ അവിടെ എത്തുന്നു. ഇപ്പോൾ അവളും ആ ശവം നോക്കുകയാണ്. എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്താ അമ്മ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ചായ കുടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് നായിക പറയുന്നു. അതായത് ഒരുപാട് നാളായി ഈ എതിർവശത്തെ വീട്ടിലെ ഗുപ്ത സാറിന് എൻ്റെ മേലൊരു കണ്ണുണ്ട്.
രാത്രി പെട്ടെന്ന് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. എന്താണെന്ന് തുറന്നു നോക്കിയപ്പോൾ ഗുപ്ത സാർ അകത്തേക്ക് കയറി വന്നു. എന്നോട് മോശമായി പെരുമാറാൻ വന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് തള്ളി മാറ്റി. അതിൽ പെട്ടെന്ന് അയാൾ തെന്നി വീണു. തലയടിച്ച് അപ്പോൾ തന്നെ അയാൾ മരിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് എന്ന് പറയാണ്. ഇത് കേട്ടതും ജയ, അമ്മേ, അപ്പൊ തെറ്റ് അമ്മയുടെ ഭാഗത്തല്ല, അയാൾ മോശമായി പെരുമാറാൻ വന്നപ്പോൾ സംഭവിച്ചതല്ലേ. എങ്ങനെ നോക്കിയാലും ഇത് സ്വയരക്ഷയ്ക്കായി ചെയ്തതാണ്. അമ്മ സേഫ് ആകും, നമുക്ക് ഉടനെ പോലീസിനോട് പറയാം എന്ന് ജയ പറഞ്ഞു തീരുമ്പോഴേക്കും രണ്ടാമത്തെ മകൾ സുഷ്മ പറയുന്നുണ്ട്, പോലീസിനോട് പറഞ്ഞാൽ അമ്മയാണ് അവരെ അകത്തിടുക, അതൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം എന്ന് പറയാണ്. ഇവിടെ നായികയും പറയുന്നുണ്ട്, അതെ, രണ്ടാമത്തെ മകൾ പറയുന്നത് തന്നെയാണ് ശരി, നമുക്ക് എങ്ങനെയെങ്കിലും ഇയാളെ ഒരു പാഴ്സൽ പോലെ കെട്ടി ആരും കാണാത്തൊരിടത്ത് കൊണ്ടുപോയി വെക്കാം. എന്നാൽ ജയ അതിന് സമ്മതിക്കുന്നില്ല. ഇതിനിടയിൽ ഗുപ്തയുടെ എതിർവശത്തുള്ള വീട് കാണിക്കുന്നു. ആ ഗുപ്തയ്ക്കൊരു മകളുണ്ട്. അവളുടെ കല്യാണം കുറച്ച് നാളുകൾക്കുള്ളിലാണ്. ഇതാണ് ഗുപ്തയുടെ ഭാര്യ. രാവിലെ തന്നെ എഴുന്നേറ്റ് പാല് വാങ്ങിക്കുകയാണ്. ഗുപ്തയുടെ ഭാര്യയ്ക്ക് പണ്ടേ അറിയാം ഗുപ്ത എപ്പോഴും തന്റെ വാക്ക് കേൾക്കില്ലെന്നും എപ്പോഴും പുറത്ത് കറങ്ങി നടക്കുകയാണെന്നും അവർ കരുതാണ്. അവർക്കൊരു മകനുമുണ്ട്. അവനോട് അച്ഛൻ അവിടെ പോയി വല്ലതും കണ്ടോ എന്നൊക്കെ ഭാര്യ ചോദിക്കുകയാണ്. ഇനി ആ ഗുപ്തയുടെ മകളെയാണ് കാണിക്കുന്നത്. ഇതിനിടയിൽ ഭർത്താവിനെ ഫോൺ ചെയ്യാമെന്ന് കരുതി ഭാര്യ വിളിക്കുമ്പോൾ ഗുപ്തയുടെ ഫോൺ ഈ എതിർവശത്തുള്ള നായികയുടെ വീട്ടിൽ കിടന്നടിക്കുന്നു. എങ്ങനെയോ താഴെയുള്ള ആ ഫോൺ സുഷ്മ എടുക്കുന്നുണ്ട്. അതിൽ നിറയെ വോയിസ് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എവിടെ പോയി കറങ്ങി നടക്കുക, മര്യാദയ്ക്ക് വീട്ടിൽ വാ, വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉള്ളത് അറിയാലോ, വന്നില്ലെങ്കിൽ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഭീഷണിപ്പെടുത്തി ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഇവിടെ ജയ അമ്മ അയച്ചിനെ വിളിച്ചിട്ട്, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ്, ഭർത്താവിൻ്റെ കാർ എടുത്തിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ, അനുവാദമില്ലാതെ നീ എങ്ങനെ നിന്റെ അമ്മയുടെ വീട്ടിൽ പോകും എന്നൊക്കെ പറഞ്ഞ് അമ്മ അയച്ചൻ ദേഷ്യപ്പെടാണ്. അപ്പോഴാണ് ആ വീട്ടിലേക്ക് ഒരു ഇൻസ്പെക്ടർ വരുന്നത്. ഇൻസ്പെക്ടറെ കണ്ട് ജയ ഒന്ന് ഭയന്നെങ്കിലും അത് ജയയുടെ ചെറുപ്പകാലത്തെ സുഹൃത്താണെന്ന് മനസ്സിലാവുന്നു. അതായത് എതിർവശത്തെ വീട്ടിലെ ഗുപ്തയുടെ ഭാര്യയുടെ അനിയനാണ് ഈ ഇൻസ്പെക്ടർ. ചെറുപ്പം തൊട്ടേ ഇയാൾക്ക് ജയയുടെ മേലൊരു കണ്ണുണ്ട്, ഒരു പ്രണയം. എന്നാൽ ജയ വേറൊരാളെ കല്യാണം കഴിച്ചുകൊണ്ട് പുള്ളിക്ക് ലവ് ഫെയിലിയർ ആണ്. ഇപ്പോൾ 4 വർഷത്തിന് ശേഷം ജയയെ കണ്ടപ്പോൾ പുള്ളി സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. രാത്രി ഗുപ്തയുടെ മകളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ തുടങ്ങുന്നു. ഗുപ്തയെ ഇനിയും കാണാനില്ല. ഭാര്യ ആകെ ടെൻഷനിലാണ്. ഇവിടെ നായികയും മക്കളും ചേർന്ന് ഗുപ്തയുടെ ബോഡി എങ്ങനെ ഒളിപ്പിക്കുമെന്ന് ആലോചിച്ച് വീട്ടിലെ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ നായികമാര് 3 പേരും കൂടി കഷ്ടപ്പെട്ട് ഗുപ്തയുടെ ബോഡി മാറ്റാൻ ശ്രമിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കാൻ കഴിയുന്നത്. അങ്ങനെ തൂക്കി മാറ്റിക്കൊണ്ടു പോകുമ്പോൾ പെട്ടെന്ന് ഗുപ്ത തുമ്മുന്നതായി ഇവർക്ക് തോന്നുന്നു. എന്ത്, ഗുപ്ത തുമ്മിയോ? അയാൾ ഇന്നലെ തട്ടിപ്പോയതല്ലേ, എങ്ങനെ തുമ്മാനാ എന്ന് അവർ പരസ്പരം ചോദിക്കുന്നു. അപ്പോഴാണ് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഗുപ്ത ഇനിയും മരിച്ചിട്ടില്ലെന്നും ജീവനോടെ ഉണ്ടെന്നും അവർക്ക് മനസ്സിലാവുന്നത്. അയാൾ ഉറക്കത്തിലാണ്. അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യാണ്. ഇതോടെ ഈ 3 സ്ത്രീകൾക്കും ജീവൻ തിരികെ കിട്ടിയെങ്കിലും ചെറിയ പേടിയുണ്ട്. മറുവശത്ത് ഗുപ്തയുടെ മകൾ എൻഗേജ്മെന്റ് പാർട്ടിയിൽ ജോളിയായി പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നായികയുടെ മകളായ സുഷ്മ അമ്മയുടെ ഫോൺ നോക്കുമ്പോഴാണ് അമ്മ തന്നെയാണ് ഗുപ്തയെ ഇന്നലെ രാത്രി മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചതെന്ന് മനസ്സിലാവുന്നത്. കാർഡ്സ് കളിക്കാന്ന് പറഞ്ഞ് അമ്മയാണോ അയാളെ വീട്ടിലേക്ക് വിളിച്ചത്? എന്താ അമ്മ പ്ലാൻ ചെയ്തത്? അമ്മ ഞങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നോ? സത്യം പറ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നായികയായ രേഖ കൈയോടെ പിടിക്കപ്പെടുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് നായിക മറ്റൊരു കഥ പറയുന്നത്. അതായത് ഗുപ്ത ജോലി ചെയ്യുന്ന അതേ ഓഫീസിലാണ് നായികയും ജോലി ചെയ്യുന്നത്. അങ്ങനെ നായികയ്ക്ക് അത്യാവശ്യമായി ഒരു 3 ലക്ഷം രൂപ വേണ്ടി വന്നു. ഓഫീസിൽ ആരും അറിയാതെ, അതായത് ലക്കി ബോക്സ് വഴി ആ പണം എടുത്ത് വീക്കെൻഡ് കഴിയുമ്പോൾ തിരികെ വെക്കാം എന്നായിരുന്നു നായികയുടെ പ്ലാൻ. പക്ഷേ ഇത് ഗുപ്ത എങ്ങനെയോ കണ്ടു. ഓഫീസിൽ പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പോലീസിൽ പരാതിപ്പെടുമെന്നും പറഞ്ഞ് നായികയെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അയാളുമായി കോംപ്രമൈസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കാർഡ്സ് കളിക്കുക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചത്. പക്ഷേ വീട്ടിൽ വന്ന അയാൾ എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ രഹസ്യം പുറത്തു പറയില്ലെന്ന് പറഞ്ഞു. ആ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ അയാളെ തള്ളിയിട്ടു. അയാൾ പോയി ഇടിച്ചു വീണു, അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് തീർക്കുന്നു. ഈ കഥ കേട്ടതും ആദ്യം ജയ പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, എനിക്കാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഗുപ്ത ജീവനോടെ ഉണ്ടല്ലോ, ഞാൻ തിരിച്ചു പോവാണ്. അങ്ങനെ പോരുത്, തിങ്കളാഴ്ച ആയില്ലല്ലോ, വീക്കെൻഡ് കഴിഞ്ഞില്ല, ഞാൻ തിങ്കളാഴ്ച ഓഫീസിൽ പോയി ആ 3 ലക്ഷം രൂപ തിരികെ വെച്ചതിന് ശേഷം മാത്രമേ ഗുപ്തയെ ഉണർത്താൻ പാടുള്ളൂ. ഇപ്പോൾ ഉണർത്തിയാൽ ഞാനും കൊടുക്കും, നമ്മൾ പോലീസിലും പെടും എന്നമ്മ പറയുന്നു. പക്ഷെ ജയയ്ക്ക് അതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ജയയ്ക്കാണെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം രൂപ ട്രീറ്റ്മെന്റിനായി വേണമല്ലോ, ആ കാശിൽ പകുതി ഞാൻ തരാമെന്ന് അമ്മ പറയുന്നതോടെ ജയും സുഷ്മയും നായികയും കൂടി ചേർന്ന് തങ്ങളെ ഭീഷണിപ്പെടുത്തിയ ഗുപ്തയെ വീട്ടിൽ തന്നെ കെട്ടിയിടാൻ തീരുമാനിക്കുകയും റൂമിൽ കെട്ടിയിടുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ആവാണ്. രാവിലെ ആയിട്ടും ഗുപ്ത വീട്ടിൽ വരാത്തതുകൊണ്ട് ഭാര്യ ആകെ ഭയന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഗുപ്തയുടെ മകളും സുഷ്മയും തമ്മിൽ എതിർ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് കാണുന്നത്. ഇത് കാണുന്ന ഗുപ്തയുടെ ഭാര്യയ്ക്ക് ദേഷ്യം വരികയാണ്. ആ സുഷ്മയോടൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് മകളോട് ദേഷ്യപ്പെടുന്നു. കാരണം ഇവർക്ക് പാരമ്പര്യമായ ശത്രുതയുണ്ട്. കുറച്ചുനാൾ മുമ്പ് ഈ സുഷ്മ അമ്മയോടൊപ്പം ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് റീൽസ് ഭ്രാന്ത് മൂത്ത് ഫേമസ് ആകണമെന്ന് കരുതി ആ നാട്ടിലെ പല പയ്യന്മാരുമായി ചേർന്ന് റീൽസ് ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ഒരു പയ്യൻ ഉമ്മ വയ്ക്കുന്ന വീഡിയോ റീൽസ് ആയിട്ടിരുന്നു. ആ പയ്യൻ ആരാണെന്ന് വെച്ചാൽ
വെച്ചാൽ ഈ ഗുപ്തയുടെ മകൾ പ്രണയിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് ആ നാട്ടുകാരൊക്കെ ഇളകി. നേരെ നായിക രേഖയുടെ അടുത്ത് വന്നിട്ട് നിന്റെ മകൾ സുഷ്മ ഇങ്ങനെ ഒരു റീൽസ് ഇട്ടിരിക്കുന്നത് നോക്ക് എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി. ഇങ്ങനൊരു പെൺകുട്ടി ഈ നാട്ടിൽ തന്നെ നിൽക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു. അതോടെ നായിക രേഖയ്ക്കും ദേഷ്യം വന്ന് മകളെ വീട്ടിൽ നിന്ന് ഇറക്കി മൂത്ത മകളായ ജയയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് ചേച്ചിയായ ജയയുടെ വീട്ടിലേക്ക് സുഷ്മ വന്നത്. അവിടെ ചെന്നിട്ടും ഈ റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ജയയുടെ ഭർത്താവുമായി ചേർന്ന് നിറയെ റീൽസ് ചെയ്ത് ഇപ്പോഴും അത് തുടരുന്നതായി കാണിക്കുന്നത്. ഈ കാരണം കൊണ്ടാണ് ജയയ്ക്കും അനിയത്തി സുഷ്മയെ കണ്ടാൽ പിടിക്കാത്തത്. ഇപ്പോൾ എതിർ വീട്ടിലെ ഗുപ്തയുടെ ഭാര്യയ്ക്ക് ഇവരുടെ വീടിന് നേരെ ഒരു സംശയം വരുന്നു. അതായത് ഈ 3 സ്ത്രീകൾക്ക് നേരെ സംശയം വരികയാണ്. അങ്ങനെ മധുരം കൊടുക്കാനെന്ന വ്യാജേന അവർ നായികയുടെ വീട്ടിലേക്ക് വരുന്നു. എന്താ ഇന്നലെ എൻഗേജ്മെന്റ് പാർട്ടിക്ക് നിങ്ങൾ 3 പേരും വന്നില്ലല്ലോ എന്ന് ചോദിച്ച് പഴയ പകയൊക്കെ മനസ്സിൽ വെച്ച് വരാതിരിക്കരുത്. കല്യാണം കുറച്ച് നാളുകൾക്കുള്ളിൽ വരികയല്ലേ, അതിനെങ്കിലും വരണം എന്നൊക്കെ പറയാണ്. എന്നിട്ട് പതിയെ ആ വീട്ടിലേക്ക് സംസാരവും തുടങ്ങി നുഴഞ്ഞു കയറുന്നു. അങ്ങനെ വീടിനുള്ളിൽ മോപ്പൊക്കെ പിടിച്ച് നോക്കുകയാണ്. അവിടെ എങ്ങാനും എൻ്റെ ഭർത്താവ് ഉണ്ടോ എന്ന് ഗുപ്തയുടെ ഭാര്യയ്ക്ക് ചെറിയൊരു സംശയം ഉണ്ടാവുന്നു. ഇത് പെട്ടെന്ന് തന്നെ സ്വന്തം അനിയനായ ഇൻസ്പെക്ടറോട് പറയുന്നു. വെറുതെ ആ ഫാമിലിയെ കണ്ടാൽ നിനക്ക് പിടിക്കില്ല, പാവപ്പെട്ട ആ കുടുംബത്തിന്റെ മേലെ പഴി ചാരരുത് എന്ന് ഇൻസ്പെക്ടർ ആദ്യം വിസമ്മതിക്കുന്നു. എങ്കിലും നീ ഒന്ന് പോയി ചെക്ക് ചെയ്യ് എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നു. ഇൻസ്പെക്ടർക്കും ജയയുടെ മേലൊരു കണ്ണുള്ളത് കൊണ്ട് ചെറിയ സംശയത്തോടെ വീടിനുള്ളിലേക്ക് പോകുന്നു. ഇവിടെ ഗുപ്തയെ ഈ 3 സ്ത്രീകളും ചേർന്ന് കെട്ടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പതിയെ അവിടെയുള്ള മറ്റൊരു റൂമിലേക്ക് മാറ്റിക്കൊണ്ടു പോകുമ്പോഴാണ് ഇൻസ്പെക്ടർ വന്ന് വാതിൽ മുട്ടുന്നത്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിൽക്കുകയാണ്. വാതിൽ തുറന്ന് ഇപ്പൊ പിടിക്കപ്പെടും. അപ്പോഴാണ് ജയ ആ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പോയി സംസാരിക്കുന്നത്. പണ്ടത്തെക്കാളും നീ ഇപ്പൊ നന്നായി വണ്ണം വെച്ചു, നീ നമ്മളുടെ പഴയ സ്കൂളിലേക്ക് എന്നെ കൊണ്ടുപോകാമോ എന്ന് ഇൻസ്പെക്ടറോട് ചോദിക്കുമ്പോൾ പുള്ളിയും വശീകരിക്കപ്പെട്ട് പോകാലോ എന്ന് പറഞ്ഞ് ജയയോടൊപ്പം സ്കൂളിലേക്ക് പോകുന്നു. അതൊരു അവസരമായി കണ്ട് നായികയും സുഷ്മയും ചേർന്ന് ഗുപ്തയുടെ ബോഡി അവിടെയുള്ള ഒരു റൂമിൽ ഒളിപ്പിക്കുന്നു. ആ റൂമിന്റെ ലോക്കിന് കുഴപ്പമുള്ളതുകൊണ്ട് അടച്ചാൽ പിന്നെ തുറക്കാൻ കഴിയില്ല. 3 ദിവസത്തേക്ക് അടഞ്ഞു കിടക്കും. ഇവിടെ ജയ പതിവ് പോലെ സ്കൂളിന്റെ മുന്നിലിരുന്ന് ആ ഇൻസ്പെക്ടറോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഇൻസ്പെക്ടർ ഇപ്പോഴും തന്നെ മറന്നിട്ടില്ലെന്നും ആ പ്രണയത്തിൽ തന്നെയാണെന്നും അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ജയ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. അതായത് ജയയ്ക്ക് എങ്ങനെയാണ് വിവാഹം നടന്നതെന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ ഈ ഗുപ്തയുടെ മകളില്ലേ, അവൾക്ക് കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിക്ക് ആദ്യം ഒരു പയ്യനെ നോക്കി വെച്ചിരുന്നു, ഒരു പണക്കാരനായ പയ്യൻ. ആ പയ്യനാണ് ഇപ്പോൾ ജയയുടെ ഭർത്താവ്. അവൻ അവിടെ വന്ന് പെണ്ണ് കാണുന്നതിന് പകരം ആ വീട്ടിൽ പാചകം ചെയ്യാൻ വന്ന ജയയെ കണ്ട് അടുക്കളയിൽ പോയി അവളുമായി ജോളിയായി സംസാരിച്ചു. ഇതെല്ലാവരും കണ്ടു. അപ്പോൾ ആ പയ്യന്റെ അമ്മയും ജയ പലതരം പൂരികൾ ഉണ്ടാക്കുന്നത് കണ്ട് ഈ ഗുപ്തയുടെ മകളെ വേണ്ട, ഈ ജയയെ മതി എന്ന് പറഞ്ഞ് അവളെ മരുമകളായി തിരഞ്ഞെടുത്തത്. അങ്ങനെ ജയയെ അവരുടെ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. അന്ന് തൊട്ട് ജയയ്ക്കും ഗുപ്തയുടെ കുടുംബത്തിനും തമ്മിൽ തീരെ പിടിക്കില്ല. സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ ഗുപ്തയുടെ കുടുംബത്തിലാണ് ഈ ഇൻസ്പെക്ടർ ഉള്ളത്. പറഞ്ഞില്ലേ ഗുപ്തയുടെ ഭാര്യയുടെ അനിയനാണെന്ന്. ജയയെ കല്യാണം കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ ആകെ തകർന്നും പോയി. ഇപ്പോൾ ഇതൊക്കെ ഓർത്തു നോക്കിയിട്ട് ഇവർ വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ അടുത്ത് ജയയുടെ ഭർത്താവ് നിൽക്കുന്നുണ്ട്. നീ എന്താ എന്നോട് പറയാതെ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നത്? ആരാ ഈ പോലീസുകാരൻ? എന്തിനാ ഇവന്റെ കൂടെ കറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയതാ, അപ്പൊ ഇദ്ദേഹം വന്നു, അങ്ങനെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ എന്നൊക്കെ ജയ കള്ളം പറയുന്നു. അപ്പോൾ ജയയും കുട്ടി ഭർത്താവ് വീടിനുള്ളിലേക്ക് വരുന്നു. അപ്പോഴേക്കും ഗുപ്തയെ ഒളിപ്പിച്ചു വെച്ച ശേഷം ജയയുടെ അമ്മയും അനിയത്തി സുഷ്മയും അവിടെ നിൽക്കുന്നുണ്ട്. അവരോടും ജയ എവിടെ പോയെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവരും അതേ മെഡിക്കൽ ഷോപ്പ് കഥ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നു. അതെ, അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് കാണാൻ പോകുന്നതെന്നല്ലേ പറഞ്ഞത്, പക്ഷെ അമ്മ ഇവിടെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജയ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ജയയുടെ അമ്മ രേഖ, എന്താ സുഖമായിരിക്കുമ്പോൾ വന്ന് കണ്ടുകൂടെ, എനിക്ക് എന്നെ നോക്കാൻ ആരാ ഉള്ളത്, ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. ഇത് കണ്ടതും മരുമകൻ അല്പം അലിഞ്ഞു പോവാണ്. ശരി ആൻറ്റി, സമാധാനമായിരിക്കെ, ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങളൊക്കെ വന്ന് കാണാലോ എന്ന് പറയാണ്. ഇതാണ് എൻ്റെ മരുമകൻ്റെ സ്നേഹം. മോൻ മറ്റൊരു ദിവസം വാ, നിനക്ക് ഞാൻ ഇല്യാന ചിക്കൻ ഉണ്ടാക്കി തരാം എന്ന് പറയാണ്. ഇല്യാന ചിക്കനോ? അത് ഇന്ന് തന്നെ ഉണ്ടാക്കിത്താ, ഞാൻ ഇന്നിവിടെ തങ്ങാം എന്ന് ജയയുടെ ഭർത്താവ് പറയുന്നു. ഇയാളിവിടെ നിന്നാൽ നമ്മൾ എങ്ങനെ ഗുപ്തയെ നോക്കും എന്നോർത്ത് ഈ 3 പെൺകുട്ടികൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ഉണ്ടല്ലോ, കാറിന്റെ ഡിക്കിയിലെ ഡോക്യുമെന്റ് അച്ഛന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പൊക്കോ എന്ന് ജയ പറയാണ്. എന്നാൽ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം എന്ന് അയാളും പറയുന്നു. അപ്പോഴാണ് ഭർത്താവ് അച്ഛനെ ഫോൺ വിളിച്ചിട്ട് ഇന്ന് ജയയുടെ വീട്ടിൽ തന്നെ ഞാൻ നിന്നോളാം. അതെ, ജയയുടെ വീട് വളരെ വലുതാണ്, നമ്മുടെ ബിസിനസ്സിന് കറക്റ്റ് ആയിരിക്കും, എങ്ങനെയെങ്കിലും ഈ വീട് നമ്മുടെ പേരിലേക്ക് എഴുതി വാങ്ങാം, അമ്മയ്ക്ക് വല്ല വാടക വീടും എടുത്തു കൊടുക്കാം എന്ന് അയാൾ പ്ലാൻ ചെയ്യുന്നത്. ഈ 3 സ്ത്രീകളും ഇയാളെ വെച്ചുകൊണ്ട് രാത്രി കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്നോർത്ത് തലപോകുകയാണ്. ഭർത്താവ് ആവശ്യപ്പെട്ടതുപോലെ അന്ന് രാത്രി ഇല്യാന ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അയാളും മദ്യവെച്ചിട്ട് ആ ചിക്കൻ മുഴുവൻ കഴിച്ചിട്ട് മുകളിലുള്ള നായികയുടെ റൂമിൽ, അതായത് അമ്മയുടെ റൂമിൽ വന്ന് കിടക്കുന്നു. അവിടെ അമ്മയുടെ വളരെ മനോഹരമായ ഫോട്ടോ കണ്ടിട്ട് ആഹാ, നമ്മുടെ അമ്മായിയമ്മ എന്ത് സുന്ദരിയാണ് എന്ന് പറഞ്ഞ് അതും ഫോട്ടോ എടുത്ത് വെക്കുന്നു.
ഇവിടെ ഗുപ്തയുടെ ഭാര്യയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു മെസ്സേജ് വരുന്നു. അതായത് അവരുടെ മകൾ ഇരുന്ന് കരയാണ്. എന്താ മോളെ കല്യാണം അടുത്തിരിക്കുമ്പോൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് വന്നൊരു മെസ്സേജ് കാണിക്കുന്നു. അതായത് അച്ഛൻ തിരികെ വരണമെങ്കിൽ എനിക്ക് 6 ലക്ഷം രൂപ വേണം എന്ന് ആരോ ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അച്ഛനെ തിരികെ തരില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഭാര്യയും വളരെ സങ്കടപ്പെടുന്നു. അവിടെ ഇൻസ്പെക്ടർക്കും ആരാണ് ഈ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്നറിയാതെ കുഴഞ്ഞു പോവാണ്. എങ്ങനെയെങ്കിലും പണം റെഡിയാക്കി കൊടുക്കാം, അവൻ ആ പണം എടുക്കാൻ വരുമ്പോൾ അവനെ കൈയോടെ പിടിക്കാം എന്നൊരു പ്ലാൻ ഇവരിടുന്നു. ഇതിനിടയിൽ അവിടെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് തുറക്കുന്നു. ആരുടെ? നമ്മുടെ നായിക രേഖയെക്കുറിച്ചുള്ളത് തന്നെ. ആദ്യ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ മറ്റൊരു വിവാഹം കഴിച്ചതായി പറയപ്പെടുന്നുണ്ട്. ആ വിവാഹത്തിലാണ് രണ്ടാമത്തെ മകൾ സുഷ്മ ജനിച്ചതെന്നും പറയപ്പെടുന്നു. അതിനുശേഷം ആ ഭർത്താവിനോടൊപ്പം ജീവിക്കാതെ അവർ ഈ വീട്ടിൽ തന്നെ ഒരു ബ്രൗസിംഗ് സെന്റർ തുടങ്ങി. ആ ബ്രൗസിംഗ് സെന്ററിൽ പല മോശം ചിത്രങ്ങളും നാട്ടിലെ പുരുഷന്മാർക്ക് കാണിച്ച് അവരെ മയക്കി. അങ്ങനെ മയക്കിയ പുരുഷന്മാരെയൊക്കെ വീട്ടിലെ റോസാ ചെടിക്ക് താഴെ കുഴിച്ചിട്ടു എന്ന് അവിടെ പറയപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് റൂമറുകൾ നമ്മുടെ നായികയ്ക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ സത്യമാണോ കള്ളാണോ എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. എന്തിന് സ്വന്തം പെൺമക്കൾക്ക് പോലും ഇതറിയില്ല. ഇപ്പോൾ ജയ ആ ഇൻസ്പെക്ടറെ കാണാൻ വരുമ്പോൾ ഗുപ്തയെ തട്ടിക്കൊണ്ടുപോയവർ പണം ചോദിച്ചിട്ടുണ്ട്, അയാളെ ആരോ പണം വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇത് കേൾക്കുന്ന ജയയും പേടിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് നമ്മളാണ്, അപ്പോൾ നമ്മളറിയാതെ ആരാണ് പണം ചോദിക്കുന്നത് എന്നോർത്ത് സ്വന്തം അമ്മയുടെയും അനിയത്തിയുടെയും മേൽ ജയയ്ക്ക് സംശയം വരുന്നു. ഇപ്പോൾ പോലീസിൽ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതിന് ഓരോ വീടായി സെർച്ച് ചെയ്യണമെന്നിരിക്കുക എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ സെർച്ച് ചെയ്താൽ നമ്മൾ പിടിക്കപ്പെടുമല്ലോ എന്ന് ജയ ഭയക്കാണ്. ഇൻസ്പെക്ടറോട് എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പി ജയ വീട്ടിലേക്ക് വരുന്നു. രാത്രി ജയയുടെ ഭർത്താവ് അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ ആരും അറിയാതെ പുറത്തേക്ക് പോകുന്ന കാര്യം ജയ ശ്രദ്ധിക്കുന്നു. അമ്മ പുറത്തു പോകുന്നത് സുഷ്മയും കാണുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് പിന്നാലെ മറ്റൊരാളായി അവരെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ അമ്മ രേഖ ഒരു മദ്യഷാപ്പിലേക്കാണ് വരുന്നത്. ആ ഷട്ടർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മറ്റൊരു ഷട്ടർ തുറന്ന് ജയ അകത്തേക്ക് വരുന്നു. അവിടെ മറ്റൊരു ഷട്ടർ തുറന്ന് സുഷ്മയും വരുന്നു. ഇവിടെ എന്താ നടക്കുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ മറ്റൊരു ഷട്ടർ തുറന്ന് 4ാമതായി ഒരാൾ അകത്തേക്ക് വരുന്നു. അയാൾ മറ്റാരുമല്ല നായിക രേഖയുടെ രണ്ടാമത്തെ ഭർത്താവാണ്, അതായത് ഈ സുഷ്മയുടെ യഥാർത്ഥ അച്ഛൻ. ആദ്യ ഭർത്താവ് മരിച്ച സമയത്ത് നായിക രേഖയുടെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടി. ആരാണെന്ന് നോക്കിയപ്പോൾ ഇയാളായിരുന്നു. ഇയാളുമായി ചേർന്ന് സന്തോഷമായി ജീവിച്ചതിലൂടെയാണ് അവർ രണ്ടാമതും ഗർഭിണിയാവുന്നത്. അതിലൂടെയാണ് സുഷ്മ ജനിച്ചത്. ഇതെല്ലാം ആ നാട്ടുകാരൊക്കെ കണ്ടിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതുമായ കഥയാണ്. എന്നാൽ സുഷ്മ ജനിച്ച സമയം തൊട്ട് അവളുടെ അച്ഛനായ ഇയാൾ ഒളിവിലായിരുന്നു. സുഷ്മ അച്ഛനെ കാണണമെന്ന് എത്ര ചോദിച്ചാലും അമ്മയായ രേഖ അച്ഛൻ എവിടെയാണെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് അയാൾ മുന്നിൽ വന്നത്. അത് കണ്ട് കണ്ണു നിറഞ്ഞ് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു സീക്രട്ട് മിഷനിലായിരുന്നു, ഗവൺമെന്റിന്റെ മിഷൻ, അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാതിരുന്നത് എന്നയാൾ പറയുന്നു. ശരി, പണം എടുക്ക് എന്നയാൾ ഭാര്യയോട് ചോദിക്കുകയാണ്. ഇപ്പോൾ അവരും ആ 3 ലക്ഷം രൂപ കൊടുക്കുന്നു. അപ്പോഴാണ് മകൾക്കും മനസ്സിലാവുന്നത് ഇയാൾക്ക് ആ പണം കൊടുക്കാനാണ് അമ്മ ഗുപ്തയെ അങ്ങനെ ചെയ്തതെന്ന്. അതെ എന്നമ്മ പറയുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഗുപ്തയുടെ ഭാര്യയും മകളും ആ 6 ലക്ഷം രൂപ കിഡ്നാപ്പർക്ക് വെക്കാൻ വരികയാണ്. ഫോണിൽ പണം ചോദിച്ചവർ അവിടെയുള്ള ഒരു ചവറ്റുകൊട്ടയിൽ പാഴ്സലാക്കി പണം വയ്ക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ വെച്ച ശേഷം ഇൻസ്പെക്ടർ അവിടെ ഒരിടത്ത് ഒളിച്ചിരുന്ന് ആ പണം എടുക്കാൻ വരുന്നവരെ കൈകൊടെ പിടിക്കാം എന്ന പ്ലാനിൽ നിൽക്കുന്നു. മറുവശത്ത് ഇവിടെ ഒരു 3 പേരും നിങ്ങളാണോ ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി പണം ചോദിച്ചത് എന്ന് അമ്മയോടും അച്ഛനോടും ചോദിക്കുമ്പോൾ ഞങ്ങൾ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഞാൻ ചോദിച്ചത് ഈ 3 ലക്ഷം മാത്രമാണ്, അത് അവൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ കൊണ്ടുവന്നു, മറ്റു ഭീഷണികളൊന്നും ഞങ്ങളുടെ പണിയല്ല എന്ന് പറയാണ്. അപ്പോൾ ആരാണ് ഭീഷണിപ്പെടുത്തി പണം ചോദിച്ചത് എന്ന് ഇവർക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരു രഹസ്യം പുറത്തു വരുന്നത്. സുഷ്മയുടെ അച്ഛൻ സത്യത്തിൽ ഗവൺമെന്റിലൊന്നും ജോലി ചെയ്യുന്നില്ല. ഗവൺമെന്റ് തന്നെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്രിമിനൽ പ്രതിയാണ് അയാൾ. അയാൾ സ്വന്തം ഭാര്യയോട് പണം ചോദിച്ച് വാങ്ങാൻ വേണ്ടി മാത്രമാണ് വന്നത്, അതും അയാളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക്. ഇതറിഞ്ഞപ്പോൾ അവർ പണം കൊടുക്കില്ല എന്ന് പറയുന്നു. ഇതോടെ അയാൾ സ്വന്തം മകളായ സുഷ്മയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുന്നു. പണം തന്നില്ലെങ്കിൽ എല്ലാവരെയും വകവരുത്തും എന്ന് പറയുന്നു. ഇത് കണ്ട് രേഖ തകർന്നു പോകുന്നു. രണ്ടാമത്തെ ഭർത്താവും തന്നെ ചതിക്കുമെന്ന് അവർ കരുതിയില്ല. ആ പണം അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് സ്വന്തം മകളെ അവിടെ നിന്നും രക്ഷിക്കുന്നു. ഇപ്പോൾ 2 പെൺമക്കളും അമ്മയെ പിടിച്ച് ഭയങ്കരമായി വഴക്ക് പറയുന്നു. നാട്ടുകാർ പറയുന്ന പോലെ അമ്മ ഒരു മോശം സ്ത്രീ തന്നെയാണ്, അമ്മ കാരണമാണ് ഞങ്ങളിപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നു. മറുവശത്ത് ഈ പോലീസുകാരൻ അവിടെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് ഉറങ്ങിപ്പോകുന്നു. അയാൾ ഉറങ്ങിയ ഗ്യാപ്പിൽ ആ പാഴ്സലിൽ നിന്ന് ആരോ ആ 6 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ വ്യക്തിയെ പോലീസുകാരൻ മിസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ 3 സ്ത്രീകളും അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഗുപ്തയെ റിലീസ് ചെയ്യാം എന്ന് കരുതുന്നു. ഇനിയും ഒരു ദിവസമുണ്ട്, അതുവരെ ഗുപ്തയെ ഇവിടെ വെക്കാം എന്ന് അമ്മ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. 2 പെൺമക്കൾക്കും അമ്മയുടെ മേൽ അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അങ്ങനെ ഒരു 3 പേരും വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗുപ്തയ്ക്ക് ബോധം വരുന്നു. അയാളും പുറത്തു പോകാനായി വെപ്രാളപ്പെടുകയാണ്. ഇപ്പോൾ ആ ഗുപ്തയെ 3 സ്ത്രീകളും കൂടി ചേർന്ന് താഴേക്ക് തള്ളിയിടുന്നു. ഇതിൽ ജയയ്ക്ക് ദേഷ്യം വന്ന് അവിടെ ഒരു തേങ്ങയെടുത്ത് ഗുപ്തയുടെ മേലെറിയുന്നു. അയാൾ വീണ്ടും ബോധം കിട്ട് താഴെ വീഴാണ്. ഇതെല്ലാം പുറത്ത് കിടന്നുറങ്ങുന്ന ജയയുടെ ഭർത്താവ് കേൾക്കുന്നുണ്ട്. ഉള്ളിൽ എന്താ നടക്കുന്നത്, എന്താ ഈ ഭയങ്കര ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ അയാൾ കുത്തി കുത്തി ചോദിക്കുന്നു. സ്വന്തം ഭാര്യയെ നോക്കിയിട്ട്, ഓ നീ ഈ ഇൻസ്പെക്ടറെ കൂട്ടി വന്ന് ഈ റൂമിൽ ഒന്നിച്ച് പരിപാടി നടത്തുകയാണോ, അതുകൊണ്ടാണോ ഈ ശബ്ദം എന്ന് ചോദിക്കുകയാണ്.
ജയയ്ക്ക് ഒരുപാട് നാളായി സ്വന്തം ഭർത്താവിനോട് ദേഷ്യമുണ്ടല്ലോ. ഇപ്പോൾ ദേഷ്യത്തിന്റെ ഉച്ചസ്ഥായിലായതുകൊണ്ട് അവൾ പറയുന്നുണ്ട്, അതെ, ഞാൻ ആ ഇൻസ്പെക്ടർക്കൊപ്പമായിരുന്നു. ഇതിനുശേഷം എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ നിനക്ക് വിവാഹമോചനം തരുന്നു. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞ് ഭർത്താവിനെ ജയ അടിച്ചിറക്കുന്നു. വിവാഹം കഴിഞ്ഞ ഈ 4 വർഷത്തിൽ നീ എന്നെ എത്രമാത്രം സന്തോഷമായി നോക്കിയിട്ടുണ്ട്. വീട്ടിലൊരു അടിമയെ പോലെയല്ലേ നീ എന്നെ കണ്ടത്? നിങ്ങൾക്ക് പാചകം ചെയ്തു തരുന്നതല്ലേ എന്റെ ജോലിയായി നീ കണ്ടത്? ഇതൊക്കെ ചെയ്തിട്ടും നീ എന്റെ അനിയത്തിയോടൊപ്പം റീൽസ് ചെയ്യാന്ന് പറഞ്ഞ് അവളുടെ പുറകെ നടന്നു. സ്വല്പമൊന്നല്ല നീ ചെയ്തത്. നിന്റെ കൂടെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഭർത്താവിനെ ഷർട്ട് പോലും ഇല്ലാതെ പുറത്തേക്ക് തള്ളുന്നു. ഇതെല്ലാം രേഖയും അനിയത്തി സുഷ്മയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജയ വീട്ടിലേക്ക് വന്നതും സുഷ്മ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഭർത്താവുമായി മോശമായ രീതിയിലൊന്നും റീൽസ് ചെയ്തിട്ടില്ല. അയാൾ എൻ്റെ മാമൻ എന്നൊരു രീതിയിലാണ് കുറച്ച് സ്വാതന്ത്ര്യത്തോടെ റീൽസ് ചെയ്തത്. പക്ഷെ അത് തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ജയ പറയുന്നുണ്ട്, എനിക്ക് എവിടെയും ജീവിക്കാൻ ഒരു താല്പര്യമില്ല. അയാളുടെ കൂടെയും കഴിയില്ല, നിങ്ങളുടെ കൂടെയും കഴിയില്ല. ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന ശേഷം നിങ്ങൾ ആരുടെയും കണ്ണിൽ പെടാത്ത എവിടേക്കെങ്കിലും ഞാൻ പോവും എന്ന് സങ്കടത്തോടെ പറയാണ്. ഇത് രണ്ടുപേരും വല്ലാതെ കേട്ടു നിൽക്കുകയാണ്. അന്ന് രാത്രി ഭയങ്കരമായി മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിരാവിലെ കാണിക്കുന്നു. അതിരാവിലെ വീടിനുള്ളിലുള്ള ഗുപ്ത എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. കാലത്ത് തന്നെ രക്ഷപ്പെട്ട് എതിർവശത്തുള്ള സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ഇത് കണ്ട് ആ 3 സ്ത്രീകളും, അയ്യോ ഗുപ്ത രക്ഷപ്പെട്ടു, അപ്പോൾ നമ്മൾ 3 പേരും കൈയോടെ പിടിക്കപ്പെടും, സത്യങ്ങളൊക്കെ അയാൾ പറയാൻ പോവാണ് എന്ന് കരുതാണ്. എന്നാൽ നോക്കുമ്പോൾ ഗുപ്തയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അയാൾ എന്തോ ഷോക്ക് അടിച്ച് വിറങ്ങലിച്ചിരിക്കുകയാണ്. കാശ് കൊടുത്തതുകൊണ്ട് കിഡ്നാപ്പർ ഗുപ്തയെ വിട്ടയച്ചതാണെന്ന് ഭാര്യയും ഭാര്യയുടെ സഹോദരനും കരുതുന്നു. പക്ഷേ അവിടെ അവർക്കൊരു തെളിവ് കിട്ടുകയാണ്. ഗുപ്തയെ കെട്ടിയിരിക്കുന്നത് ഒരു തുണി കൊണ്ടാണ്. അതൊരു ജാക്കറ്റാണ്. ആ ജാക്കറ്റ് കാണുമ്പോൾ അത് തീർച്ചയായിട്ടും ആ ദുർമന്ത്രവാദിനിയുടെ, അതായത് നാട്ടുകാരൊക്കെ നായിക അങ്ങനെയാണല്ലോ വിളിക്കുന്നത്, രേഖയുടെ പണിയാണെന്ന് അവർക്ക് സംശയം വരുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ഗുപ്തയ്ക്ക് ബോധം വരികയാണ്. അയാൾ രേഖയ്ക്ക് ഫോൺ ചെയ്യുന്നു. എത്ര ധൈര്യമുണ്ട് നിനക്ക് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ? നീ നമ്മുടെ കടയിൽ നിന്ന് പണം മോഷ്ടിച്ച കാര്യമെല്ലാം ഞാനിപ്പോൾ പുറത്തു പറയാൻ പോവാണ്. അങ്ങനെ പറഞ്ഞാൽ നിന്റെ പേരിൽ FIR വരും. എന്നെ കിഡ്നാപ്പ് ചെയ്തതിനും നിന്നെ അകത്തിടും. നിങ്ങൾ കുടുംബത്തോടെ കമ്പി എണ്ണാൻ പോവാണ് എന്ന് ഭീഷണിപ്പെടുത്തുന്നു. നായികമാർ 3 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നായിക രേഖ ആരാണ്, അവർക്ക് ഇതുവരെ എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്നത്. നാട്ടുകാർ അവരെ ഒരു ദുർമന്ത്രവാദിനി, പുരുഷന്മാരെ മയക്കുന്നവൾ എന്നൊക്കെ പറയുന്നതെല്ലാം കള്ളമാണ്. അവർ യഥാർത്ഥത്തിൽ ആദ്യ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നവളാണ്. അയാളോടൊപ്പം ഈ നാട്ടിലേക്ക് വന്നപ്പോൾ എത്ര സുന്ദരിയായ സ്ത്രീയാണെന്ന് പറഞ്ഞ നാട്ടുകാരാണ് അവളെ മോശമായി നോക്കിയത്. ഇവൾ ആരെയും അങ്ങനെ നോക്കിയിട്ടില്ല. അതിൽ പ്രധാനമായിട്ടും തെറ്റായി നോക്കിയത് എതിർ വീട്ടിലെ ഗുപ്തയാണ്. ഒരുപാട് നാളായി നായികയെ സ്വന്തമാക്കണമെന്ന് അയാൾ വിചാരിച്ചിരുന്നു. പക്ഷേ നായിക അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു നിന്നു. ഒരു ദിവസം ഭർത്താവ് മരിച്ച ശേഷം ആ അനുശോചനം അർപ്പിക്കുന്ന സ്ഥലത്ത് വെച്ച് പോലും ഗുപ്ത നായികയോട് മോശമായി പെരുമാറാൻ വന്നു. അപ്പോഴും അവർ രക്ഷപ്പെട്ടു. ഇതിൽ നിന്നും സുരക്ഷ നേടാനാണ് അവർ രണ്ടാമത്തെ ഒരാളെ വിവാഹം കഴിച്ചത്. അങ്ങനെ അയാളുമായി ചേർന്ന് 2 പെൺമക്കളെ പ്രസവിച്ചു. പക്ഷെ അയാളും കൂടെയില്ലാതെ പറ്റിച്ചു പോയതുകൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്വന്തമായി തുടങ്ങാം എന്ന് കരുതിയിട്ടാണ് ഇന്റർനെറ്റ് കഫേ തുടങ്ങിയത്. വളരെ നല്ലൊരു ഇന്റർനെറ്റ് കഫേ ആയിരുന്നു അത്. എന്നാൽ കാലക്രമേണ ഈ ഗുപ്തയാണ് നാട്ടിലെ പുരുഷന്മാരെ മയക്കാനാണ് ഇവളിത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അതിനുള്ളിൽ കയറി പ്രശ്നമുണ്ടാക്കി അത് അടിച്ചു പൊളിച്ചില്ലാതാക്കിയത്. ഇങ്ങനെ നായികയുടെ മേലുള്ള എല്ലാ പഴിയും ഈ ഗുപ്തയാണ് ഉണ്ടാക്കി വെച്ചത്. ഇങ്ങനെയെങ്കിലും നായികയെ സ്വന്തമാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും വർഷം അയാൾ കാത്തിരുന്നത്. ഇതെല്ലാം നായിക സ്വന്തം പെൺമക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒരുവിധം അമ്മയെ മനസ്സിലാക്കുന്ന 2 മക്കളും എങ്ങനെയെങ്കിലും അമ്മയെ സഹായിക്കണമെന്നും അമ്മയോടൊപ്പം നിൽക്കണമെന്നും തീരുമാനിക്കുന്നു. അപ്പോഴാണ് തങ്ങളുടെ അവസാനത്തെ ആയുധം പ്രയോഗിക്കാമെന്ന് കരുതി അവരൊരു പ്ലാൻ ഇടുന്നത്. നാളെ ഗുപ്തയുടെ മകളുടെ കല്യാണം ആയതുകൊണ്ട് രാത്രി എല്ലാവരും ഡ്രസ്സ് എടുക്കാനായി പുറത്തു പോയിരിക്കുകയാണ്. ഗുപ്ത മാത്രമേ ഇപ്പോൾ വീട്ടിൽ തനിച്ചുള്ളൂ. ഗുപ്ത വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ ജയ അയാളുടെ വീട്ടിൽ വന്ന് തന്റെ വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കുന്നു. ഗുപ്ത ഭയങ്കരമായി എക്സൈറ്റഡ് ആവുകയാണ്. അമ്മയെ മാത്രമാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ അമ്മയും മക്കളും ഉൾപ്പെടെ 3 പേരെയും എനിക്ക് സ്വന്തമാക്കാൻ കഴിയല്ലോ എന്ന അത്യാഗ്രഹത്തോടെ അയാൾ ആ വീട്ടിലേക്ക് വരുന്നു. ഈ 3 സ്ത്രീകളും നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ വെച്ച് ഗുപ്തയ്ക്ക് മയക്കുമരുന്ന് കലർത്തിയ കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുന്നു. ഗുപ്ത അവരോട്, ഞാൻ ഈ സത്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കണമെങ്കിൽ, നിങ്ങൾ ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ 3 പേരും ചേർന്ന് ഡാൻസ് ചെയ്യുക, എന്നിട്ട് എൻ്റെ കൂടെ ഒന്നാവ് എന്നൊക്കെ നിർബന്ധിക്കുന്നു. ഇപ്പോൾ അവർ 3 പേരും ചേർന്ന് ഡാൻസ് കളിക്കുകയാണ്. അതിനുശേഷം ഗുപ്ത മസാജൊക്കെ ചെയ്തു കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ 3 സ്ത്രീകളും ചേർന്ന് അവിടെ മസാജ് ചെയ്ത് കൊടുക്കുന്നതായി കാണിക്കുന്നു. അപ്പോഴാണ് സുഷ്മ ഇതെല്ലാം സ്വന്തം ഫോണിൽ വീഡിയോ എടുക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഒരു മെസ്സേജ് ഗുപ്തയുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ ഭർത്താവിനെ വേണമെങ്കിൽ ഈ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സ്വന്തം ഭർത്താവിനെ ഈ 3 സ്ത്രീകളോടൊപ്പം ഭാര്യ വന്ന് കാണുന്നു. എന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് അസുഖം ഭേദമായോ? വീട്ടിലൊരു കല്ലുപോലെ ഇരിക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കൈയോടെ പിടിക്കുന്നു. ഇപ്പോൾ ആ 3 പെൺകുട്ടികളും ഗുപ്തയുടെ തനി നിറം എന്താണെന്ന് ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. ഗുപ്ത കൂടുതൽ ടെൻഷൻ ആവുന്നു. ഭാര്യയോട്, ഈ 3 പേരുമാണ് തന്നെ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. നമ്മുടെ കടയിൽ നിന്ന് 3 ലക്ഷം രൂപ ഈ നായിക രേഖ കട്ടു. അത് മറച്ചു വയ്ക്കാനാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. എന്നാൽ രേഖ കണ്ണീരോടെ തനിക്ക് സംഭവിച്ച ക്രൂരതയെപ്പറ്റി ഗുപ്തയുടെ ഭാര്യയോട് പറയുന്നു. ഞാൻ ആ പണം എടുത്തതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് അന്ന് എന്നോട് മോശമായി പെരുമാറാൻ വന്നു. അങ്ങനെ വന്ന് തെന്നി വീണാണ് അയാൾക്ക് പരിക്ക് പറ്റിയത്. പക്ഷെ നാട്ടിലൊക്കെ നിങ്ങളുടെ ഭർത്താവാണ് എന്നെ മോശക്കാരിയായി ചിത്രീകരിച്ചത്.
അത് വെച്ച് ഇപ്പോഴും ഞാനാണ് കുറ്റവാളിയെന്ന് നിങ്ങളുടെ മുന്നിലും കാണിക്കുന്നു. പക്ഷെ അയാളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നവർ പറയുന്നു. ഇതൊക്കെ മറികടന്ന് നിങ്ങളിപ്പോൾ പോലീസിനോട് ഇത് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരുടെയും കൂടെ ഇയാൾ മോശമായി നടക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് ഇപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ റിലീസ് ചെയ്യും എന്ന് പറയുന്നു. ഇപ്പോൾ ആ വീഡിയോയിൽ നിങ്ങളുമില്ലേ, നിങ്ങളുടെയും മാനമല്ലേ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മാനം നഷ്ടപ്പെടുമെന്നോ, അതൊക്കെ നിങ്ങൾ മൊത്തമായി നശിപ്പിച്ചില്ലേ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞ ആ 3 സ്ത്രീകളും അവിടെ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഗുപ്ത താൻ ചെയ്ത വലിയ തെറ്റ് മനസ്സിലാക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇൻസ്പെക്ടർ അവിടെ വന്നിട്ട് ഇതൊക്കെ കേസ് കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഗുപ്ത കേസ് കൊടുക്കുന്നില്ല, വേണ്ട എന്റെ മാനം പോവും എന്ന് പറഞ്ഞ് വിസമ്മതിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ നമ്മുടെ നായിക ഏത് സ്ഥലത്താണോ അവരെ അപമാനിച്ചത്, ഏത് നാട്ടിലാണോ അവരെ തെറ്റായി പറഞ്ഞത്, അതേ നാട്ടിൽ തന്നെ ആരെന്ത് പറഞ്ഞാൽ ഞങ്ങൾക്കെന്ത് എന്ന രീതിയിൽ ഒരു പുതിയ ജീവിതം ജീവിക്കുന്നു. അപ്പോഴാണ് മറ്റൊരു ടെസ്റ്റ് കാണിക്കുന്നത്. ഗുപ്തയുടെ മകൾ കല്യാണം ക്യാൻസൽ ചെയ്ത് സിംഗിങ് കോമ്പറ്റീഷന് പോയിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ 5.5 ലക്ഷം രൂപ ചെലവായെന്ന് പറയുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവളാണ് ഗുപ്തയെ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നതായി പറഞ്ഞ് കാശ് ചോദിച്ചത്. അതായത് ഗുപ്തയുടെ മകൾ തന്നെയാണ് പണം ചോദിച്ചത്. ഇതും ഓർത്ത് നോക്കിയിട്ട് ഈ 3 സ്ത്രീകളും ചിരിക്കുകയാണ്. അവസാനം ഇവർ 3 പേരും ഏത് നാട്ടിലാണോ അപമാനിക്കപ്പെട്ടത് അതേ നാട്ടിൽ സന്തോഷത്തോടെ ഡാൻസ് കളിച്ച് ആര് നമ്മളെപ്പറ്റി തെറ്റായി പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കണമെന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങുന്നതോടെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ സിനിമയുടെ കഥ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.